Hello guys, welcome back to my YouTube channel. ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ഗിംബലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിവോൻ്റെ ഗിംബലാണ്. 3 ആക്സിസ് സ്റ്റെബിലൈസേഷൻ ഗിംബലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. S5B ആണ് എൻ്റെ മോഡൽ നെയിം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ട്രാക്കിംഗ് ആണ്. ഇത് ഫേസ് ട്രാക്കിംഗ് ഉണ്ട്, ലൈവ് ഫേസ് ട്രാക്കിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ ടൈം ലാപ്സ് വരുന്നുണ്ട്, പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് മാനുവൽ സൂമിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ നമുക്ക് സ്വിച്ചസ് കാണാം. അത് ഞാൻ കുറേ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ സ്വിച്ചസിൻ്റെ ഫങ്ഷൻസൊക്കെ. പിന്നെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10 to 12 hours, പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 5 hours ആണ്. അപ്പോൾ നമുക്ക് ഈ ഗിംബലിൻ്റെ അൺബോക്സിങ് ചെയ്യാം. നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു യൂസർ മാനുവലാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഗിംബൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരണമെന്ന് പറഞ്ഞാൽ ഗിംബലിന് കൂടെ തന്നെ നമുക്ക് ചാർജറും കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ചാർജർ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഗിംബൽ ഹാങ് ചെയ്തിടാൻ വേണ്ടി നമുക്കൊരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഗിംബൽ. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ്. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്കൊരു ഷട്ടർ ബട്ടൺ ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോയും ഫോട്ടോ എടുക്കാനാണ്. പിന്നെ അതല്ലാണ്ട് ഒരു ഔട്ട്പുട്ട് പോർട്ട് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗിംബൽ ഒരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഫോണിലോട്ടോ വേറെ എന്തെങ്കിലോട്ടോ നമുക്ക് ചാർജ് ചെയ്തിട്ടാം. അപ്പോൾ ഇതാണ് നമ്മളെ ഗിംബൽ. നമുക്കിത് ഇവിടെ തന്നെ കാണാം, വിവോൻ്റെ സിമ്പിളുണ്ട്. പിന്നെ നമ്മൾ ഗിംബൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ടുള്ള ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അത് നിങ്ങൾക്ക് ഇവിടെ കുറേ സ്വിച്ചസ് കാണാം. ഇത് സൂമിങ്ങിൻ്റെ സ്വിച്ചസ് ആണ്, സൂമിങ് ആൻഡ് മൂവിങ് സ്വിച്ചസ് ആണ് ഇതൊക്കെ. പിന്നെ എന്താ ഇവിടെ ഒരു നിങ്ങൾക്ക് കാണുന്ന ഇവിടെ ഒരു ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ നമുക്കൊരു പ്ലഗ് പോർട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഗിംബിൽ നമുക്കൊരു പവർ ബാങ്കായിട്ട് ഉപയോഗിക്കാം. ലൈക്ക് ഫോൺ ചാർജ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആ ചാർജിങ് പോർട്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ ഒരു ടിക്ടോക്ക് സ്റ്റാൻഡ് ഉണ്ട്, ടിക്ടോക്ക് ലൈറ്റ്. അപ്പം അതിലോട്ട് ഞാൻ എൻ്റെ പ്ലഗ് കൊടുക്കുകയാണ്. ഇതാ ഞാൻ എന്താ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ബാറ്ററി ലെവൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ഗിംബിളിൻ്റെ. ഇനി നമുക്കിതാ ഇവിടെ ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതൊരു പവർ ബാങ്ക് ആയിട്ട് ഈ ഒരു ടിക്ടോക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഇനി ഫീച്ചേഴ്സിലോട്ട് പോകാം. ഇപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ മൊബൈലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനൊരു ആപ്പ് ഉണ്ട്, ഗിംബൽ പ്രോ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ അത് ഓൾറെഡി എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ആപ്പ്. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ഇത് പ്രസ് ചെയ്ത ഈ ഡയറക്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ ഓൺ ആക്കുക. അപ്പോൾ നമുക്ക് ബാറ്ററി ലെവലും ഇതിൻ്റെ AF HF LF അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. അപ്പം നമുക്ക് ഇത് ഓണാക്കുമ്പോൾ തന്നെ ബ്ലൂടൂത്ത് ഓണാക്കണം. നമ്മൾ അലോ കൊടുക്കണം എല്ലാത്തിനും അവർ ചോദിക്കുന്നതിന്.
അപ്പോൾ അതായത് പെയറായിട്ടുണ്ട്. എൻ്റെ ഗിംബലിൻ്റെ നെയിമാണിത്. അപ്പോൾ നമുക്ക് ഈ എൻ്റെ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫോൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ആയിട്ടുണ്ട്. ഇതിന് നമ്മളിപ്പം പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ ഇതുകൊണ്ട് കണക്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നമുക്ക് പോർട്രേറ്റ് വീഡിയോ എടുക്കാനായാലും നമ്മൾ ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുക്കാനായാലും നമുക്കിതാ ഇവിടെ ബാക്കിലുള്ള ഈ ഒരു ഇത് കണ്ടോ, ഇത് നമ്മൾ ട്യൂൺ ചെയ്യണം. ഇതനുസരിച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ട്യൂൺ ചെയ്യേണ്ടതെന്ന്. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ലൂസാക്കിയ ശേഷം ഇത് ടേൺ ചെയ്തിട്ട് കുറച്ച് പുൾ ചെയ്യുക, മാക്സിമം പുൾ ചെയ്തിട്ട് പിന്നെ ഇത് ടൈറ്റ് ആക്കാം. ഒന്നും കൂടി ടൈറ്റ് ആക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി പോർട്രേറ്റിലോട്ട് ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം AF എന്ന് പറയുന്ന ഒരു സിമ്പിൾ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു മോട്ടറുണ്ട്, പിന്നെ ഈ വിവോ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഒരു മോട്ടറുണ്ട്. അപ്പോൾ ഈ 2 മോട്ടർ, പിന്നെ ഇവിടെ ഒരു മോട്ടറുണ്ട്. അപ്പോൾ ഈ 3 മോട്ടറിൻ്റെ ബേസിലാണ് ഈ AF വർക്ക് ആവുന്നത്. LF എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ബേസിൽ മാത്രം വർക്ക് ആവുന്നതാണ്. പിന്നെ ഫോളോ മോഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോളോ മോഡ്, ഫോളോ, ലോക്ക് ഓൾ, FPV. ലോക്ക് ഓൾ എന്ന് പറയുമ്പം എല്ലാ ഫംഗ്ഷനും ഒറ്റ അടിക്ക് വർക്കാവും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ രീതിക്ക് നമ്മൾ തിരിച്ചാൽ പോലും അതേ സെയിം രീതിയിൽ മാത്രമേ വർക്കാകത്തുള്ളൂ. ഇപ്പം കിടക്കുന്ന AFലാണ്. അപ്പം നിങ്ങൾക്ക് ഈ ബട്ടൺ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഒരു ആൻറ്റിന ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വാക്ക് മോഡിലാണ്. ഇത് 2 മോഡാണ് പറഞ്ഞാൽ സ്പോർട്സ്, വാക്ക്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മൂവ് ചെയ്യാനുള്ളതാണ് ഈ ഒരു ഹാൻഡിൽ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സൂം ചെയ്യാനുള്ളതാണ്. കണ്ടോ, സൂം ആവുന്നുണ്ടോ? ഇതെല്ലാം ബ്ലൂടൂത്ത് ബേസ്ഡിലാണ് വർക്കാവുന്നത്. നമുക്ക് കണക്കിനെ സൂം ഔട്ടും ആക്കാം, സൂം ഇന്നും ആക്കാം. പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ കണക്റ്റ് ആവുകയാണെങ്കിൽ ആപ്പോട്ട് കണക്റ്റ് ആകുമ്പോൾ ഈ ഒരു ബട്ടൺ, ഇത് കണ്ടോ, ഈ ഒരു ലൈറ്റ്, ഇത് അപ്പം തന്നെ ബ്ലൂ ആയിട്ട് കത്തി നിൽക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം സ്പോർട്സ് വാക്ക്. ഇതിപ്പം വാക്കി കിടക്കണം. അപ്പോൾ വാക്ക് എന്ന് പറയുമ്പോൾ ഇത് നൈസിനെ ഇങ്ങനെ പതുക്കെ സ്ലോലി അത് മൂവ് ആകത്തുള്ളൂ. അത് നമുക്ക് സ്പോർട്സിലോട്ട് നമ്മൾ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ സ്പോർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര ക്വിക്കായിട്ട് ഇത് മൂവ് ചെയ്യും തുടങ്ങും. കാരണം ഇപ്പോൾ നല്ല ക്വിക്കായിട്ട് മൂവ് ആകും. പിന്നെ ഇതിൻ്റെ റൊട്ടേഷൻ വരണമെന്ന് പറഞ്ഞാൽ 330 ഡിഗ്രിയാണ് ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ റെസൊല്യൂഷനും ഫോട്ടോ റെസൊല്യൂഷനും ഉണ്ട്. അത് ഈ ഒരു സിമ്പിളുണ്ട്, നിങ്ങൾ ഈ ഒരു ക്യാമറ സിമ്പിൾ, ആ സിമ്പിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഗ്രിഡ്, ഫ്ലാഷ് ലൈറ്റ്, ഫിൽറ്റർ, വൈറ്റ് ബാലൻസ്, വീഡിയോ റെസൊല്യൂഷൻ, HDR ആൻഡ് ബ്യൂട്ടി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ റെസൊല്യൂഷൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 180 ആയിട്ടുള്ള HD 30 FPS ആണ് ഈ ഫോണിൻ്റെ ഏറ്റവും ടോപ്പ്. പിന്നെ വരുന്നത് തന്നെ 720p 30 FPS. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാൻ ഇട്ടേക്കണതെന്ന് പറഞ്ഞാൽ 180p 30 FPS ആണ് HD. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ അപ്പം 180pയിലായിരിക്കും ഇതിൻ്റെ ക്യാമറ വർക്ക് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ടൈം ലാപ്സ് ആണൊക്കെ വരുന്നില്ലേ, അതിനൊക്കെ നമ്മൾ ഡിഫോൾട്ട് ഉണ്ട്, വിച്ച് ഇസ് സ്റ്റാൻഡേർഡ് ആൻഡ് സൂപ്പർ സ്ലോമോ ആൻഡ് ടൈം ലാപ്സ് വരുന്നുണ്ട്. പിന്നെ ടൈം ലാപ്സ്. നമുക്ക് ഈ ഒരു ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 ഓപ്ഷൻ വരും, വിച്ച് ഇസ് ഫേസ് ട്രാക്കിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. അപ്പോൾ നമുക്ക് ഫേസ് ട്രാക്കിംഗ് എടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഫേസ് ട്രാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ ഞാൻ എണീക്കുമ്പോഴത്തേക്കും അത് കണക്കാണ് എൻ്റെ മൂവ്മെൻറ്റും. ഞാൻ അപ്പോൾ ഇങ്ങോട്ട് പോവാണ്. കണ്ടോ, ഫേസ് ട്രാക്കിംഗ് ആദ്യം കണ്ടോ. ഇപ്പോൾ എന്താ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യാൻ എൻ്റെ ഫേസ് ട്രാക്കിംഗ് ചെയ്തിട്ടാണ് ഇത് മൂവ് ആവുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ മൂവ് ചെയ്യണ കണക്കെ ഇത് അതേ കണക്കെ തന്നെ മൂവ് എൻ്റെ ഫേസ് അതേ ട്രാക്ക് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ടുള്ള ഒബ്ജക്റ്റ് ട്രാക്കിങ്ങിലോട്ട് നമുക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് ഇതായിട്ടൊരു ഒബ്ജക്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ സെയിം ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ബട്ടൺ വരും. ഇതാണ് ഈ ഒബ്ജക്റ്റ് രണ്ടാമത്തേത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഇങ്ങനെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് എവിടേക്കാണോ പോകുന്നത് അവിടെ തന്നെ ഇതും പോവും. കണ്ടോ, അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്താണ് അങ്ങോട്ട് പോകുന്നത്.